Georgie and Anthony. Who are you? Bug ആണോ? Georgie ആരാണ്? Georgie ഇവിടെ നോക്കി പറഞ്ഞേ. Georgie, tell me who are you? Who are you, Georgie? Oh, super. ഇന്ന് ക്ലാസ്സിൽ പോവാണ് ഇവര് ബഗ്ഗായിട്ട്. വാ, ബി ആണോ? വെരി ഗുഡ്. അവിടെ നിൽക്കേ. ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. ദേ നോക്കിക്കേ, ആരാ നോക്കിക്കേ, ഇത് നമ്മുടെ ബഗ്സ് ആണിത്. നമ്മുടെ ബഗ്ഗുകളെ കൊണ്ടുവന്ന് സ്കൂളിൽ ഇറക്കുവാണ്. ഹായ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് ആന്റണി. ഹായ്, ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ജാജി ബായ് അല്ല മോനെ, ഹായ് പറ. ഹായ്. അപ്പൊ ഇന്ന് ബഗ് ഡേ ആണ് ഇവർക്ക്. ബഗ്ഗായിട്ട് ഇവർ ഡ്രസ് ചെയ്ത് പോവാണ്. ആന്റണി, ലക്കി ബേബി ചുമ്മാ ഇരിക്കും ലക്കി. ഓക്കെ, നമ്മള് സ്കൂൾ എത്താറായി. നമ്മള് സ്കൂളിൽ ചെന്നിട്ട് ഇവരെ ഇറക്കിക്കാം. ബൈ ബൈ മാമ. ബൈ ബൈ മാമ. ജാജി ബൈ ബൈ പറഞ്ഞേ. ബൈ. അപ്പൊ സ്കൂളിൽ ചെന്നിട്ട് മാം, മീനു മാമും പിന്നെ ആരാണ്, രജി മാമും പറയും. ഓക്കെ, രജി മാമിന്റെ അടുത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞു കേട്ടോ. ഹൂ ആർ യു എന്ന് മാം ചോദിക്കും. അപ്പൊ പറയണം ഐ എം എ ബഗ് എന്ന് പറയണം. സോ നമ്മള് സ്കൂളിൽ എത്താറായി. അങ്ങനെ നമ്മുടെ ബേബീസ് സ്കൂളിലെത്തി. എവിടെ നേരെ നിന്നേ? ആന്റണി, ജോർജി നേരെ നിന്ന്. കമ്മിയ ആന്റണി കമ്മിയ. ആന്റണിക്ക് നാളെ ഇന്ന് നേരത്തെയാണ്, കുറച്ച് നേരത്തെ വന്നത്. സേ ബൈ ബൈ. ബൈ ബാഗ്. രജി മാം ഒന്ന് വന്നേ മാം. കം മാം. രജി മാം കം മാം. വാവ്, സോ സൂപ്പർ. വാവ്. അപ്പോൾ രജനി മാം വന്ന കാരണം നമുക്ക് ബേബീസിൻ്റെ കൂടെ രജനി മാമിന് ഒരു ഫോട്ടോ കിട്ടി. മീനു മാമിനെ കിട്ടിയില്ല. പിന്നെ ഞാൻ കുറച്ചിന്ന് നേരത്തെയാണ്, ഒരു 10 മിനിറ്റ്സ് നേരത്തെയാണ്. എന്തായാലും കൊള്ളാം. ബേബീസിനെ സ്കൂളിലാക്കിയിട്ട് വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഒന്ന് എന്താ പറയുക, എനിക്ക് പെട്ടെന്ന് രാവിലെ ഫിഷ് കഴിക്കുന്ന ആഗ്രഹം. അപ്പോൾ ഫിലോപ്പി വാങ്ങിച്ചു, അത് ഫ്രൈ ചെയ്തു. അതിൻ്റെ കൂടെ ഈ ഒരു ഫിലോപ്പിയുടെ ഓയിൽ കൊണ്ട് ഫ്രൈ എന്താ പറയുക, ഇങ്ങനെ ചോറിട്ടൊന്ന് വടിച്ചെടുത്ത ഒരു ചട്ടി ചോറ് പോലെ. അതിൻ്റെ കൂടെ ഈ അച്ചാർ, ഇത് അച്ചാറല്ല, ഇത് ഒരു ചമ്മന്തിയാണ്. ഇത് ഉണക്കമീനും ഉണക്ക കൊഴുവ വറുത്തിട്ട്, പിന്നെ കൊച്ചുള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും മാങ്ങയും കൂടെ നന്നായിട്ട് വഴറ്റണം. അത് ആ വഴറ്റണതിലേക്ക് ഈ വറുത്ത കൊഴുവ അതിലേക്ക് ആഡ് ചെയ്ത്, നല്ലെണ്ണയിലാണ് ഇത് വറുക്കേണ്ടത്. വറുത്ത് ആഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട്, മുളക് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടി, എരിവ് കൂടുതൽ ആൾക്കാരാണെങ്കിൽ നോർമൽ മുളക് പൊടി ഇടാം. ഇതിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഒന്ന് ആറാൻ വെച്ചിട്ട് നമ്മളത് മിക്സിയിലിട്ട് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കഴിക്കുന്ന ഫിഷ് വിഭവമാണ്. എന്ന് വെച്ചാൽ ഫിഷിൻ്റെ ഫിലോപ്പി, ഒരു ഫുൾ ഫിലോപ്പി. ഇത് ഒരെണ്ണം കഴിച്ചാൽ പിന്നെ ഇനി എൻ്റെ ഉച്ചയ്ക്കൊന്നുമില്ല. ഉച്ചയ്ക്കൊന്ന് 11 മണിയായി, ബ്രഞ്ച് ടൈമാണ്. പിന്നെ അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ചത് ഞാൻ, പിന്നെ ഇപ്പോഴാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കഴിച്ചു കഴിഞ്ഞ് ഇനിയിപ്പം ഈവനിങ് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചിട്ട് ഇന്നത്തെ ഫുഡ്, എൻ്റെ ഹെവി ഫുഡ് ഇതാണ് മൈ ഹെവി ഫുഡ്, ഹോൾ ഫിഷ്. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഫുഡൊന്നും ഇല്ല. ഇന്ന് സ്പെഷ്യലായിട്ട് വേറെ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്, പിടിയും കോഴിയും ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ 4 മണിക്ക് ഒരു 2 കഷ്ണം 2-3 കഷ്ണം പാലിലിട്ടിരിക്കുന്ന പിടിയും കോഴിയും ഒരു 2 കഷ്ണം കഴിക്കും. അത് ഇന്നിപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. പിന്നെ വന്നിട്ട് 2 ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാനാണ് ഇത് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ എനിക്ക് ഫിഷാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ചമ്മന്തി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. എന്താണ് ഗുട്ടൂന് എന്നാ വേണ്ടത് പറഞ്ഞോളൂ. മമ്മാസ് ഗുട്ടു. കുക്കിന്നാണ് പേര്, പക്ഷെ ഞാൻ ഇടയ്ക്ക് കൊഞ്ചുമ്പോൾ ഗുട്ടു എന്ന് വിളിക്കും. അടിപൊളിയാണ്. ഇവർക്കൊരു കിളി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കാണിച്ച് ജാജി, ഷോമി ആന്റണി. വാ,
ഇവിടെ കാണിച്ച് നോക്കട്ടെ ആന്റണി ജോജി. ഓക്കെ ഓക്കെ ബൈ ബൈ ബൈ. ഹലോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ബേബീസിനെ കൊണ്ട് നമ്മൾ സ്കൂളിൽ വിട്ടു. അവരുടെ ഈ ആഴ്ചത്തെ പ്രോജക്റ്റ് ലാസ്റ്റ് ഡേ പ്രോജക്റ്റാണ് നമ്മുടെ നെസ്റ്റ്. അപ്പോൾ എപ്പോഴും വേണമെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ചെറിയൊരു പ്രോജക്റ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. ഞാനത് ഫുൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. എന്നാലും അവരുടെ കയ്യിൽ കൊടുത്തു നിന്നിട്ട് ജസ്റ്റ് ഒരു ചെറിയ ക്ലിപ്പിംഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറെ എന്നാ, ഇനി വീട്ടിൽ ചെന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈ ആഴ്ചയുടെ. ഹലോ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒക്ടോബർ 31 ആണ്. ഒക്ടോബർ 31 ബൈ 7:30 ആയി. ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വന്നു. ഇന്ന് മാതാവിൻ്റെ ദിവസം കൂടിയാണ്, കൂടാതെ ഹാലോവീൻ ഡേ ആണ്. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു തോന്നല് ഹാലോവീൻ ഡേ ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഹാലോവീൻ ഡേ ആഘോഷിക്കാനായിട്ട് ഞാൻ ബേബീസിന് ഇന്നിപ്പോൾ എൻ്റെ വീട്ടിലൊരു പ്രെയറുണ്ട്. പ്രെയർ മീറ്റിങ്ങിന് ജസ്റ്റ് പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഹാലോവീൻ ഡേയുടെ അങ്ങോട്ടാണ് പോകുന്നത്. ബാക്കി അവിടെ ചെന്നത് നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് എൻ്റെ അറ്റയർ. അമ്മ പേടിക്കുന്ന എന്തിനാ, ഞാൻ ഡ്രസ് ചെയ്തപ്പോ പേടി. ഇത് കണ്ട, ഇതാണ് നമ്മുടെ ഹാലോവീൻ ഡേ ഡ്രസ്. റൈറ്റ് റൈറ്റ്. ഞങ്ങള് ഹാലോവീന് പോവാണ്. ബൈ ബൈ. See you. See you. See you. Bye. അതെ. ഹാലോവീൻ നൈറ്റ് ആഘോഷിക്കാൻ വേണ്ടി വന്നു. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കി ഭയങ്കര, എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു പാർട്ടിക്ക് പോയിട്ടില്ല, പക്ഷേ ഹാലോവീൻ നൈറ്റ് ഫസ്റ്റ് ടൈമാണ്. അപ്പം നമ്മളിന്ന് ഓൾ സോൾസ് ഡേ ആണ്.
സകല മരിച്ച ആത്മാക്കാരും നമ്മുടെ എല്ലാ സ്വന്തക്കാരും നമ്മൾ ആലോചിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരെ ഓർത്ത് നമ്മൾ അവരുടെ കുഴിമാടത്ത് പോയി പ്രാർത്ഥിക്കണം. എൻ്റെ അപ്പൂപ്പനമ്മ എല്ലാവരും അവിടെ ഉണ്ട്, പൂർവികരെല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെ ആലോചിച്ച് നമ്മൾ ചെന്ന് ഇന്ന് കുർബാന അർപ്പിക്കുന്ന ദിവസമാണ്. എല്ലാവരും ഹായ് പറഞ്ഞേ. ജോർജി ആന്റി ഹായ് പറഞ്ഞേ. ഒരു ഫോട്ടോ എടുക്കട്ടെ, 2 ചിരിച്ച് ഹായ് പറഞ്ഞേ. ചീസ്. ഓക്കെ, അപ്പോൾ സൂപ്പറായിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പള്ളിയിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ പോകുന്ന വഴിക്ക് കാണാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതൊരു ഒരു വീക്കിൻ്റെ ബ്ലോഗാണ്. അത് ഇന്നിപ്പോൾ അറ്റയർ നോക്കി ആൻ്റണി ജോർജിയുടെ. ഹായ്, വാ സൂപ്പർ. ജോർജി എവിടെ? ജോർജി വാ, ഒന്ന് ജോർജി കുട്ടൻ വന്നേ. ആ സൂപ്പർ. ഓക്കെ, ഇവിടെ നമ്മുടെ ലക്കിയുണ്ട്. നമ്മൾ ഇന്ന് മുതൽ ഇവരെ ബിയാം ദ ബെല്ലിലാക്കുവാണ്. ഡോണ്ട് ഡു ദാറ്റ്. എത്ര പേര് കാണുന്നതാണ് അവനെ. യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ ഈ വീക്കിലുള്ള കുറച്ച് വീഡിയോ ക്ലിപ്സ് ആണ്. ന്യൂഡിൽസ് വേണ്ട, ഇപ്പൊ ന്യൂഡിൽസ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ലഞ്ച് ഇന്ന് ന്യൂഡിൽസ് ആണ്. അപ്പൊ ന്യൂഡിൽസ് മോനാണ് പറഞ്ഞ ന്യൂഡിൽസ്. മമ്മ ചോറ് ചോദിച്ചതാ. ചോറ് വേണ്ടെങ്കിൽ പിന്നെ വിശന്നിരിക്കേണ്ടി വരും. ഓക്കെ, beyond the bell, ma'am. This month. അപ്പോൾ നമ്മുടെ ബേബീസിനെ വിട്ടു. ഇന്നിപ്പോൾ ആൻ്റണി ജോർജി അവിടെ അവരുടെ ക്ലാസ്സിൻ്റെ എന്താ പറയുക കേരളപ്പിറവി സെലിബ്രേഷനാണ് ഇന്നിപ്പോൾ. സോ എല്ലാവരും എന്താ പറയുക കേരളപ്പിറവി അറ്റയറിലാണ് പോയിരിക്കുന്നത്. പിന്നെ അപ്പം മാമിനെ കാണാൻ നല്ല രസമുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ബിക്കോസ് മാമിനെ എപ്പോഴും ചുരിദാറിൽ കാണുന്ന കാരണം മാമിന് കേരള സെറ്റ് കൊണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ കാർത്തിയാനി മാം അടിപൊളി. ഞാൻ അവർ കണ്ടപ്പോഴത്തേക്ക് അവർ രണ്ടു നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ നിന്നത് അവരാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. പിന്നെ വേറെ എന്നാ, നമുക്കൊരു ദിവസം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം പണിയാ. അയ്യോ, ഇപ്പം ഈ ആഴ്ചയാണെങ്കിൽ എനിക്ക് കുറച്ച് പിക്കളൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ പിന്നെ ഒരു സെയില് ഉണ്ട്. അപ്പോൾ ആ സെയിലിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ, എൻ്റെ സിസ്റ്ററാണ് സെയിൽ നടത്തുന്നത്. അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടി കുറച്ച് പിക്കിൾ ഉണ്ടാക്കണം, കുറച്ച് ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ ഇതിനൊക്കെയുള്ള തിരക്കാണ്. പിന്നെ അപ്പോൾ ആദ്യത്തെ പിക്കിള് പ്രോൺസും ലെമണും ആദ്യം ഉണ്ടാക്കണം. പ്രോൺസും ലെമണാണ് ഞാൻ ഇപ്രാവശ്യം വയ്ക്കുന്നത്. സോ അത് രണ്ടും റെഡിയാക്കി വെക്കണം. ഇനിയിപ്പോൾ 2 ആഴ്ചയും കൂടെ കഴിഞ്ഞാൽ, 2 ആഴ്ചയല്ല, ഒരാഴ്ചയുള്ളൂ. ഒരാഴ്ചയുള്ളൂ. ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സെയിലാണ്, ക്രിസ്മസ് സെയിലാണ്. അപ്പോൾ സെയിലിന് വെക്കണം. വേറെ എന്നാ വിശേഷം? അതുകൊണ്ട് കുക്കിങ്ങിൻ്റെ കാര്യം, ചെയ്യുന്ന കാര്യം എനിക്ക് വലിയ മടിയൊന്നുമില്ല. അതൊക്കെ ഞാൻ ചെയ്തു പോകും. പക്ഷേ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ചെരുപ്പ് പൊട്ടിപ്പോയി. അപ്പോൾ ആ ചെരുപ്പ് 2 മേടിക്കണം. അല്ലെങ്കിൽ ഒരു ചെരുപ്പ് ഒരാളുടെ പൊട്ടിയാൽ അടുത്ത ആൾ അതിന് വേണ്ടിയിട്ട് കിട്ടുന്ന ഇടിയാണ്. സെയിം ചെരുപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, രാവിലെ ഒരു 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 അംഗമാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റൂ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സ്റ്റൂ ആണ്. പിന്നെ ഇന്നലെ ആൽമാക്കാരുടെ ദിവസമായിരുന്നു പുറത്ത് പോയത്. ഇന്നിപ്പോൾ സെയിം ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് രാവിലെ ഇറങ്ങി. പിള്ളേരെ കൂടെ നാക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ട്, ബ്രെഡുണ്ട്, പിന്നെ എന്നാ റൈസുണ്ട്, പിന്നെ ഉണ്ട് വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടാക്കണം. അങ്ങനെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഉച്ചയ്ക്കത്ത് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അല്ല, ലുഷ് ഇല്ലാത്ത കാരണം പിന്നെ നമ്മൾ മാത്രം കാരണം എന്തെങ്കിലും മതി കറി. പുള്ളി ഉള്ളപ്പോഴാണ് എന്തെങ്കിലും കൂടുതൽ ചെയ്യേണ്ടി വരുന്നത്. മീൻസ് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്.
പിന്നെ വേറെ ഇന്നിപ്പോൾ കട തുറന്നിട്ടുണ്ടെങ്കിൽ രാവിലെ പോയിട്ട് ചെരുപ്പ് അങ്ങ് വാങ്ങിക്കാമെന്ന് ഓർത്ത് ഞാനിപ്പോൾ ഇങ്ങോട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെരുപ്പിൻ്റെ കടയുണ്ട്. അപ്പം അങ്ങോട്ട് ആ വഴിയിലേക്ക് ടേൺ ചെയ്യുന്നതാണ്. വേറെന്നാ, അങ്ങനെ അടിപൊളിയായിരുന്നു ഇൻ്റർവ്യൂ. കുഴപ്പമില്ലാതെ വന്നു തോന്നുന്നു. അതിലൊരുപാട് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ പറയുന്നതിൽ ചിലപ്പോൾ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, ചില 2-3 ഇത് ഞാൻ കണ്ടായിരുന്നു. അവർക്ക് അഭിനയിക്കാൻ അറിയത്തില്ല, അതുകൊണ്ടാണ് ചാൻസ് കിട്ടാറുള്ളത്. അങ്ങനെ ഒരു കുഴപ്പമില്ല. അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ എനിക്ക് ഇത്ര വർഷം നിൽക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല ചാൻസ് കിട്ടിയില്ല. എനിക്ക് നല്ല അഭിപ്രായം. നമുക്കൊരു ക്യാരക്ടർ തന്നാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഭിനയിച്ച് കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്യാരക്ടർ തരാതിരുന്നാൽ അഭിനയം ശരിയല്ലാതാകും. ഇല്ല, അപ്പോൾ അഭിനയിക്കാൻ അറിയാം, പക്ഷെ നമുക്ക് ക്യാരക്ടർ കിട്ടിയില്ല. അപ്പോൾ ക്യാരക്ടർ കിട്ടാത്തതിൻ്റെ കാരണം ഞാൻ പറയുന്നത്, അല്ലാതെ എനിക്ക് ക്യാരക്ടർ കിട്ടിയിട്ട് അഭിനയിക്കാതിരുന്നതല്ല. നമുക്ക് ഈ പറയുന്ന പോലെ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പിന്നെ അതൊക്കെ പോട്ടെ. ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ എൻ്റെ ഇതുപോലെ എടുക്കുന്നില്ല. നമ്മൾ എന്താ പറയുക, ഞാൻ കുറച്ചും കൂടെ കൂടുതൽ പബ്ലിസിറ്റിയാണ്. ബിക്കോസ് ഞാനായിട്ട് ഞാൻ ഒരു ഇൻ്റർവ്യൂയുടെ ആൾക്കാരെയോ ഞാൻ ആരും അങ്ങോട്ട് വിളിച്ച് ഞാൻ കോൺടാക്ട് ചെയ്ത് എന്നെ 2 ഇൻ്റർവ്യൂ എടുക്കുന്ന ഒന്നും ഞാൻ പറയാറില്ല. അവരായിട്ട് എന്നെ വിളിക്കുമ്പോഴത്തേക്കും എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം. പലവരും വിളിച്ച് ചോദിക്കും, ഞാൻ പറയും എന്ത് പറയാനാണ്. ബിക്കോസ് ഞാനിപ്പോൾ മൂവി വിട്ടിട്ട് തന്നെ വർഷങ്ങളായി. ഞാൻ എന്തിനെ കുറിച്ച് പറയാനാണ്. അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ടോപ്പിക്കായിട്ട് വരിക, എന്തെങ്കിലും പുതിയ ടോപ്പിക്ക് ചോദിക്കുക, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. അല്ലാതെ മൂവി ഒന്നും ചെയ്യാത്ത എന്നോട് ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് റിപ്പീറ്റ് ഓൺ ദ സെയിം തിങ്ങേ പറയാൻ പറ്റത്തുള്ളൂ. റിപ്പീറ്റ് ആയിട്ടുള്ള പറയാതെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഉണ്ടാകണം. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള പുതിയ കാര്യങ്ങൾ പറയാൻ പറ്റും. വേറെന്നാ വിശേഷം? അപ്പോൾ ചെരുപ്പ് കട എത്തായി. ഞാനിവിടെ ഇറങ്ങുന്നു, സാധനങ്ങൾ വാങ്ങിക്കുന്നു, പോകുന്നു. ഓക്കെ, അപ്പോൾ കാണാം. ബൈ. ഗുഡ് മോർണിംഗ് മമ്മ. ഹായ് ഗ്രാൻഡ് മ ഇന്ന് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഹായ് പറഞ്ഞു മക്കളെ. എല്ലാം ഗുഡ് മോർണിംഗ് പറഞ്ഞേ. എവിടെ എല്ലാരും ഉറങ്ങിയാ? ജോർജി കുട്ടൻ എവിടെ? ജോർജി എവിടെ? അമ്മമ്മ ചോദിക്കുന്നു ജോർജി എവിടെയെന്ന്. ജോർജിക്ക് എല്ലാത്തിനും രാവിലെ നമ്മൾ എണീപ്പിച്ച് വരുന്ന കാരണം ഭയങ്കര ടയേർഡാണ്. കണ്ടോ ആന്റണി ഗുഡ് മോർണിംഗ് പറഞ്ഞേ. അപ്പൊ അമ്മമ്മ വന്നിരിക്കുകയാണ്. അമ്മമ്മ ഇവിടുത്തെ പള്ളിയില് ഒരു നേർച്ചയുണ്ട്, നമ്മുടെ വാഗയിലച്ഛൻ. അപ്പൊ ആ പള്ളിയിലെ പെരുന്നാളിന് വേണ്ടി വന്നിരിക്കുകയാണ്, ഫുഡ് കഴിക്കാനായിട്ട്. അതെ, നേർച്ച സദ്യ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്ക് അവിടെ പോകും, ഫുഡ് കഴിക്കും. നേർച്ച സദ്യ വാങ്ങിച്ചു കൊണ്ടുവന്ന് ബേബീസിന് കൊടുക്കും. കണ്ട, ഞാൻ എന്നെ കാർ പഠിപ്പിക്കുക ജോർജി. ഒരു കൈ ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഓടിക്കുന്നത്. അപ്പോൾ അവനായിരിക്കും അടുത്ത കൈ എടുത്ത് വെക്കുന്നത്. അമ്മ സ്റ്റിയറിംഗിൽ പിടിക്കുന്നു പറഞ്ഞിട്ട്. കണ്ടത്, ഈ 2 പേരും കൂടെ അങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ പിടിക്കരുത്. പോലീസ് മമ്മനെ പണങ്ങും. കൈ എടുക്കേണ്ടി വരും. നോ പ്ലേയിങ്. വണ്ടി ഓടിക്കുമ്പോൾ കളിക്കരുത്. ഓക്കെ. സ്കൂൾ എത്താറായി. ഇന്നിപ്പോൾ ഇവർക്കൊരു ചെറിയ ട്രിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അവർ വരുന്നത്. ഓക്കെ, ചിലപ്പോൾ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യും. ഇതിപ്പോൾ കഴിഞ്ഞ ശേഷം നമുക്ക് ഈവനിങ് വരെയുള്ള പരിപാടികൾ എടുത്ത ശേഷം വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, മോർണിംഗ്. പറഞ്ഞു അത് അങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. 2 കാലിലൊന്നും ഇടിപ്പിച്ചേക്കണേ ചേച്ചി. ബാക്കിൽ ബാഗുണ്ട്. ഹായ്. എല്ലാം എടുക്കാനുള്ള താഴെയുള്ളത്. വൈറ്റ് അല്ല മറ്റത്. ലക്കി നിന്നെ അന്വേഷിക്കുന്നു. കമ്മിയാ സിറ്റിംഗ് ആ. ആന്റണിയുടെ ചെപ്പലാണ്. ഹായ്. വാഗേലച്ചൻ്റെ നേർച്ച സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് പള്ളിയാണത്.